ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാർഷിക മൂല്യനിർണ്ണയം 2024-25 ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉത്കൃത വിദ്യാഭ്യാസത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒന്നാമത്തേത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അംഗപരിമിതർക്കായി നടത്തുന്ന മത്സരം ഏത്? ഡ്വാർഫ് ഗെയിംസ്, ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്. ഏതാണ്? പാരാലിമ്പിക്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തേത്, പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ഏത്? BC 876, BC 674, BC 776, BC 976. ഏതാണ്? BC 776, ഓപ്ഷൻ ബി ആണ് ശരിയായത്. മൂന്നാമത്തേത്, കനോയിങ് എന്ന കായിക ഇനം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഐസ്, ഓപ്ഷൻ ബി വായു, ഓപ്ഷൻ സി കര, ഓപ്ഷൻ ഡി ജലം. ഏതാണ്? ജലവുമായി ബന്ധപ്പെട്ടതാണ് കനോയിങ്. ഇനി നാലാമത്തേത്, അശാസ്ത്രീയമായി ഉയരം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്റ്റേഡിയോമീറ്റർ, ബാരോമീറ്റർ, തെർമോമീറ്റർ, ഗോണിയോമീറ്റർ. ഏതാണ്? സ്റ്റേഡിയോമീറ്റർ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായത്. അഞ്ചാമത്തേത്, ആരോഗ്യ സംബന്ധമായ കായികക്ഷമത ഘടകം ഏത്? വേഗം, ഹൃദയ ശ്വസനക്ഷമത, ചുറുചുറുക്ക്, കരുത്ത്. ഏതാണ്? ഹൃദയ ശ്വസനക്ഷമത എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായത്. അപ്പോൾ ഇതാണ് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരവും. ഓക്കെ, ഇനി ഇതിൽ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ആറാമത്തേത്, ഡ്വാർഫ് ഗെയിംസ് എന്നാൽ എന്ത്? എന്താണ്? പൊക്കം കുറഞ്ഞ ആളുകൾക്കായി നടത്തുന്ന അന്തർദേശീയ കായിക മേളയാണ് ഡ്വാർഫ് ഗെയിംസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. പൊക്കം കുറഞ്ഞ ആളുകൾക്കായി നടത്തുന്ന അന്തർദേശീയ കായികമേള. ഇനി അടുത്തത്, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ചേരുംപടി ചേർക്കുക. ഒന്നാമത്തേത് എന്താണ് കൂട്ടുകാരെ? ഒന്നാമത്തേത് ഓട്ട മത്സരമാണ്. ഓക്കെ, ഓട്ട മത്സരം. രണ്ടാമത്തെ ചിത്രവുമായി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാരച്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ രണ്ടാമത്തേത് പാരച്യൂട്ടിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തേത് ഏതാണ്? മൂന്നാമത്തേത് കയാക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നേരെ കയാക്കിങ്ങിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. നാലാമത്തേത് ഐസ് ഹോക്കിയാണ്. ഓക്കെ, ഐസ് ഹോക്കിക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. ഹോക്കി എന്ന കായിക മത്സരത്തിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഷൂസ്, കിക്കർ ലെഗ് ഗാർഡ്, അതുപോലെ തന്നെ പാഡ്സ് ഷോർട്സ്, ആം ഗാർഡ്സ്, ആബ്ഡോമിൻ ഗാർഡ്സ്, ചെസ് ഗാർഡ്, ഹാൻഡ് പ്രൊട്ടക്റ്റർ, ഹെഡ് പ്രൊട്ടക്റ്റർ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏതെങ്കിലും 2-3 എഴുതിയാൽ മതി. 9ാമത്തേത്, യോഗ പരിശീലനത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? യോഗ പരിശീലനത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ ഏതൊക്കെയാണ്? ശാരീരികവും മാനസികവുമായ ഉന്മേഷം ലഭിക്കുന്നു, മാനസിക സംഘർഷം, പിരിമുറുക്കം എന്നിവ ലഘൂകരിക്കുന്നു, സന്ധികളുടെ അയവും വഴക്കവും വർദ്ധിപ്പിക്കുന്നു, ശരീര സംസ്ഥിതിയും ബലവും വർദ്ധിപ്പിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു, വ്യക്തിവികാസം, സാമൂഹിക ബന്ധങ്ങളുടെ മെച്ചപ്പെടൽ എന്നിവ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ഏതെങ്കിലും 2-3 എഴുതിയാൽ മതി. ഒന്നും കൂടെ വായിക്കാം. ശാരീരികവും മാനസികവുമായ ഉന്മേഷം ലഭിക്കുന്നു, മാനസിക സംഘർഷം, പിരിമുറുക്കം എന്നിവ ലഘൂകരിക്കുന്നു, സന്ധികളുടെ അയവും വഴക്കവും വർദ്ധിപ്പിക്കുന്നു, ശരീര സംസ്ഥിതിയും ബലവും വർദ്ധിപ്പിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു, വ്യക്തിവികാസം, സാമൂഹിക ബന്ധങ്ങളുടെ മെച്ചപ്പെടുത്തൽ എന്നിവ ശക്തിപ്പെടുത്തുന്നു. 10ാമത്തെ ചോദ്യം, നിത്യവും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? ശാരീരിക ക്ഷമത കൈവരിക്കൽ, വളർച്ച, വികാസം എന്നിവ ത്വരിതപ്പെടുത്താൻ സാധിക്കുന്നു, ശരീര സംസ്ഥിതി നിലനിർത്താൻ സാധിക്കുന്നു, ശരീര സംസ്ഥിതി വൈകല്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി 11-12 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 11ാമത്തെ ചോദ്യം നോക്കാം. കായിക മത്സരങ്ങൾ സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യാന്തര ബന്ധങ്ങൾ വളർത്താൻ സ്പോർട്സ് എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. സ്പോർട്സ് വ്യക്തിത്വ വികസനം സൃഷ്ടിക്കുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാനുള്ള ഒരു ഉപാധിയായി സ്പോർട്സിനെ ഉപയോഗിക്കാം. സ്പോർട്സ് അന്താരാഷ്ട്ര സമാധാനം വളർത്തുന്നു. സ്പോർട്സ് സമത്വം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം സമൂഹത്തിൽ അത് ഊട്ടിയുറപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുറിപ്പായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്.
12ാമത്തേത് കായികക്ഷമത എന്നാൽ എന്ത്? വിവിധ കായികക്ഷമത ഘടകങ്ങൾ ഏതെല്ലാമാണ്? എന്താണ് കായികക്ഷമത എന്ന് പറഞ്ഞാൽ? ദൈനംദിന പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്യാനുള്ള വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ കായികക്ഷമത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഘടകങ്ങൾ പേശീശക്തി, പേശീക്ഷമത, ഹൃദയശ്വസനക്ഷമത, അയവ്, ശരീര അനുപാതം, വേഗം, ചുറുചുറുക്ക്, ഏകോപനം, സന്തുലനം, കരുത്ത്, പ്രതികരണ സമയം എന്നിവയൊക്കെയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കലാവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒന്നാമത്തേത്, ഇന്ത്യൻ ചിത്രകാരികളിൽ പ്രമുഖയായ മലയാളി ആര്? ടി.കെ. പത്മിനി, ഫിഡ കഫ്ല, മേരി കാസ്റ്റ്, മറീന അംബ്രമോവിക്. ആരാണ്? ഉത്തരം എന്ന് പറയുന്നത് ടി.കെ. പത്മിനിയാണ്. രണ്ടാമത്തേത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രുതിവാദ്യം കണ്ടെത്തി എഴുതുക. ഓടക്കുഴൽ, ചെണ്ട, തമ്പുരു, തബല. ഏതാണ്? തമ്പുരു ആണ് ശ്രുതിവാദ്യം എന്ന് പറയുന്നത്. 3, കേട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടും ചിലമ്പിൽ കലമ്പലുകൾ ഇടശ്ശേരിയുടെ പ്രശസ്തമായ പൂതപ്പാട്ടിലെ വരികളാണിത്. പൂതൻ തിറയിൽ പിന്നണിയായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? മിഴാവ്, തുടി, മൃദംഗം, തബല. ഏതാണ്? തുടിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി ഇതിലെ 4ാമത്തെ ചോദ്യം, രാങ്കിഗർ ബെയിഞ്ച് പ്രശസ്തനായത് ഏത് മേഖലയിലാണ്? ചിത്രകല, സംഗീതം, ചലച്ചിത്രം, ശില്പകല. ഏതിലാണ്? ശില്പകലയിലാണ്. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് ശില്പകല. ഇനി 5ാമത്തെ ചോദ്യം, കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി പ്രയത്നിച്ച മലയാളത്തിലെ മഹാപ്രതിഭയാണ് ജി ശങ്കരപ്പിള്ള, തകഴി ശിവശങ്കരൻപിള്ള, ONV കുറിപ്പ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ആരാണ്? ജി ശങ്കരപ്പിള്ളയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 6ാമത്തേത് ഒരു പദസൂര്യം പൂർത്തിയാക്കാനാണ്. വർണ്ണചിത്രം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് വർണ്ണചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്? ക്യാൻവാസ്, പെൻസിൽ, പിന്നെന്തൊക്കെ ഉപയോഗിക്കും നമ്മൾ? നമ്മൾ നിറങ്ങൾ ഉപയോഗിക്കും. ഓക്കെ, നിറങ്ങൾ, അതേപോലെ തന്നെ ബ്രഷുകൾ. ഓക്കെ, ഇതൊക്കെ നമ്മൾ വർണ്ണചിത്രം തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 7ാമത്തേത്, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകി ആര്? ഈ നർത്തകി ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരായിരുന്നു? രുക്മിണി ദേവി അരുണ്ടേലാണ്. ഓക്കെ, അവർ നൃത്തരൂപം എന്ന് പറയുന്നത് ഭരതനാട്യവുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. ഇനി 8ാമത്തേത്, ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വാദ്യോപകരണങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 വാദ്യോപകരണങ്ങൾ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഏതാണ്? വീണയാണ്. ഇത് വീണയാണ്. ബി എന്ന് പറയുന്നത് തമ്പുരുവാണ്. ഇനി 9ാമത്തേത്, കർണാടക സംഗീതത്തിലെ കായികാന്ത്രയങ്ങൾ എന്ന് അറിയപ്പെടുന്നവരിൽ വിട്ടുപോയവ 2 സംഗീതജ്ഞരുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, MS സുബലക്ഷ്മി. പിന്നെ ആരാണ് കൂട്ടുകാരെ ഉള്ളത്? MS സുബലക്ഷ്മിയും അതുപോലെ തന്നെ TK പട്ടമ്മാള്, ML വസന്തകുമാരി. ഓക്കെ, ML വസന്തകുമാരി, TK പട്ടമ്മാള്. 10ാമത്തെ ചോദ്യം, ക്ലാസ് മുറിയിൽ നാടകം അവതരിപ്പിക്കാൻ അമ്മുവിന് കിട്ടിയത് മുത്തശ്ശിയുടെ വേഷമായിരുന്നു. അമ്മു അവതരണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ ശ്രദ്ധിക്കണം? വസ്ത്രം ശ്രദ്ധിക്കണം, സംഭാഷണ ശൈലി ശ്രദ്ധിക്കണം, ശരീരത്തിൻ്റെ ചലനങ്ങൾ, ചമയം, ഭാവം എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 11ാമത്തേത്, കേട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടും ചിലമ്പിൽ കലമ്പുകൾ, അയ്യയ്യ വരവമ്പിളി പൂങ്കുല, മെയിലണഞ്ഞ കരിമ്പൂതം, കാതിൽ പിത്തളത്തോടെ കഴുത്തിൽ കലവില പാടും പണ്ടങ്ങൾ, അരുകി അലക്കണി ചായക്കിരീടം, തലയിലയണിഞ്ഞ കരിമ്പൂതം. പൂതപ്പാട്ടിലെ പൂതത്തിൻ്റെ വേഷവിധാനത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഓട്ടുചിലമ്പ്, പൂങ്കുലമാല, പിത്തളത്തോടെ, അതുപോലെ പിത്തളത്തോട, മറ്റു പണ്ടങ്ങൾ, ചായച്ചാർത്തണിഞ്ഞ കിരീടം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പൂതപ്പാട്ടിലെ പൂതത്തിൻ്റെ വേഷത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി 12, പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടങ്ങൾ എന്തു രസമാണല്ലേ. പൂക്കളും ചിത്രശലഭങ്ങളും കിളികളും പാറി നടക്കുന്ന പൂന്തോട്ടത്തിൻ്റെ ചിത്രം വരച്ച് നിറം നൽകാൻ വേണ്ടി പറയുന്നുണ്ട്. ഒരു പേജിൽ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൂക്കൾ, പൂമ്പാറ്റ, കിളികൾ എന്നിവ ഒക്കെ ഉപയോഗിച്ച് ഒരു നല്ല പൂന്തോട്ടത്തിൻ്റെ ചിത്രം നിങ്ങൾ വരക്കുക, നിറവും കൊടുക്കണം. ഇനി 13, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു നാടൻ പാട്ടിൻ്റെ വരികൾ വായ്ത്താരി ഉൾപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 10 വരികൾ വേണം. ഓക്കെ, അപ്പോൾ ഒരുപാട് നാടൻ പാട്ട് കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി.
14 നിറയെ മാർഗങ്ങളുള്ള മാവും മാവിൻ്റെ സമീപത്ത് നിൽക്കുന്ന കുട്ടിയും തമ്മിലുള്ള സംഭാഷണം എഴുതുക. ഓക്കെ, 10 വാക്യങ്ങൾ വേണം. 15 നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും ലഭിക്കുന്ന പാഴ്വസ്തുക്കൾ, ഉദാഹരണം പെയിൻറ് ബോക്സ്, തീപ്പെട്ടി ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഒരു താളവാദ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തന രീതി 5 വാക്യത്തിൽ കുറയാതെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഒരുപാട് പാഴ്വസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കാവുന്ന സാധനങ്ങൾ. അപ്പോൾ അതിൽ നോക്കുക, ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എഴുതുക. ഇനി അടുത്തത് തൊഴിൽ ഉത്കൃതിത വിദ്യാഭ്യാസത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് മാർബിളിന് അനുയോജ്യമായ പെയിന്റ് തിരഞ്ഞെടുക്കുക. ഫാബ്രിക് പെയിന്റ്, ഇനാമൽ പെയിന്റ്, വാട്ടർ കളർ, ഓയിൽ പെയിന്റ്. ഏതാണ്? ഓപ്ഷൻ ബി ഇനാമൽ പെയിന്റ് ആണ്. 2 ഡെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റ് ഏത്? OHP ഷീറ്റ്, A4 ഷീറ്റ്, അലുമിനിയം ഷീറ്റ്, GI ഷീറ്റ്. ഏതാണ്? OHP ഷീറ്റാണ്. ഓപ്ഷൻ എ ആണ്. 3 ചെമ്പരത്തി സ്ക്വാഷ് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏത്? ചെറുനാരങ്ങ, പഞ്ചസാര, ഉപ്പ്, തിളപ്പിച്ച ജലം. ഏതാണ്? ചെറുനാരങ്ങയാണ്. ഇനി അടുത്തത് നോക്കൂ. പുകയില കഷായം നേർപ്പിച്ച് ചെടികളിൽ തളിക്കേണ്ടത് ഏത് അനുപാതത്തിലാണ്? 1:10, 1:5, 1:1, 1:3. ഏതാണ്? 1:10 എന്നുള്ളതാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ തയ്യലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന അലങ്കാര വസ്തു ഏത്? ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ലോങ് ആൻഡ് ഷോർട്ട്, സ്റ്റെം സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ലേസി ഡേസി. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ലോങ് ആൻഡ് ഷോർട്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ളത്. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ആറാമത്തേത് ജൈവ കീടനാശിനിയായ പുകയില കഷായം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ പേരെഴുതുക. എന്തൊക്കെ വേണം? പുകയില, അലക്ക് സോപ്പ്, വെള്ളം, പാത്രങ്ങൾ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി പദസൂര്യം പൂർത്തിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മാർബിളിങ്ങുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? 1 പരന്ന പാത്രം നമുക്ക് ആവശ്യമാണ്. പരന്ന പാത്രം, അതുപോലെ തന്നെ വെള്ളം, അത് ഇനാമൽ പെയിൻറ്. ഇനി അടുത്തത് ഈർക്കിൽ അല്ലെങ്കിൽ കമ്പ്, ഇതിൽ എന്തെങ്കിലും ആവശ്യമാണ്. അല്ലെങ്കിൽ പേപ്പർ, ഇതിൽ ഏതെങ്കിലും ഒക്കെ ആവശ്യമാണ്. ഇനി അടുത്തത് 8ാമത്തേത് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും ലഭ്യമാകുന്ന ഭക്ഷ്യവിഭവങ്ങളിൽ ഇലവർഗ്ഗങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ഇലവർഗ്ഗങ്ങളുണ്ട്? തകര, മുരിങ്ങയില, ചീര, പയറില, മത്തയില, അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. വീട്ടിലൊരു ഔഷധത്തോട്ടം നിർമ്മിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ ആവശ്യമായിട്ടുണ്ട്? എന്തൊക്കെ വേണം? നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശമായിരിക്കണം, ജലസേചന സൗകര്യം ഒരുക്കണം, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ ശേഖരിക്കണം, കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ നിലം ഒരുക്കണം. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അടുത്തത് ഉചിതമായവ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 1ാമത്തേത് ഓഫീസ് എൻവലപ്പ്, പേപ്പർ ക്യാരി ബാഗ്, സ്റ്റെൻസിൽ, എയർ ലെയറിങ്. ഇതിൽ എ എന്ന് പറയുന്നത് ഏതാണ്? പേപ്പർ ക്യാരി ബാഗാണ്. ഓക്കെ, പേപ്പർ ക്യാരി ബാഗാണ്. ബി എന്ന് പറയുന്നത് എയർ ലെയറിംഗ് ആണ്. ഓക്കെ, എയർ ലെയറിംഗ് ആണ്. 3ാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഓഫീസ് എൻവലപ്പാണ്. 4ാമത്തേത് സ്റ്റെൻസിലാണ്. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് 11, 12 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 11 ഉപയോഗശൂന്യമെന്ന് കരുതുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു അലങ്കാര വസ്തു നിർമ്മിക്കുന്ന വിധം വിവരിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഓരോ നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ എഴുതി കൊടുക്കുക. ഇനി 12 നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് നൽകുവാനായി താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും പുഷ്പം ഉപയോഗിച്ച് ഒരു ലഘുപാനീയം നിർമ്മിക്കുന്ന വിധം എഴുതുക. ശംഖുപുഷ്പം, ചെമ്പരത്തി, റോസ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണെന്ന്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.